ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചന്ന ബട്ടർ മസാലയാണ്. അതിനായി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടല ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 7-8 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് വഴറ്റിയ ശേഷം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് അരിഞ്ഞത് ചേർത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. നമ്മുടെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. റെഡിയാക്കിയ മസാല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. അതിനുശേഷം 5-6 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച 5-6 കടല കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. വെള്ളമൊഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ചീനച്ചട്ടിയിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു പിഞ്ച് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചന്ന ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്